ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറല്ലാഹി അമ്മാ ബഅദ്. ആദരണീയരായ ഷെയ്ഖുന എം ടി ഉസ്താദ് അവറുകളെ, മറ്റു പണ്ഡിത മഹത്തുക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരന്മാർ, ഷെയ്ഖുൽ ജാമിഅ അലികുട്ടി ഉസ്താദ് അവറുകൾ നവ്വറല്ലാഹു മർഖദ നമ്മോട് കൂടെ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിന് ഉത്തമരായ പകരക്കാരെ നൽകി അനുഗ്രഹിക്കട്ടെ. ഓരോ ആളുകൾക്കും ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടാകും. ഇൻഷാ അല്ലാഹ് അതൊക്കെ ക്രോഡീകരിച്ച് ഭാവി തലമുറകൾക്ക് വേണ്ടി ചരിത്രം രേഖ ആക്കി വെക്കണമെന്നാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റൊന്ന്, ഇവിടെ നേരത്തെ സ്വാഗതഭാഷണത്തിലൊക്കെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പഠനകാലം കൂടി കൂട്ടിയാൽ അരനൂറ്റാണ്ടിലധികം ഈ മണ്ണിലൂടെ നടന്നുപോയ ജാമ്യയുടെ ഓരോ തരി മണ്ണിനും ഉസ്താദിൻ്റെ ചരിത്രങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾ ഡൽഹിയിലേക്ക് യാത്ര പോയത് ഓർമ്മ വരികയാണ്. ഉലിയാവുദ്ദീൻ ഫൈലി ഉണ്ടായിരുന്നു. അന്ന് നിസാമുദ്ദീനിലെത്തിയ സമയത്ത് അവിടെ വെച്ച് പേപ്പർ വിരിച്ച് അവിടെ കിടന്ന് തഹജ്ജുദിന് വേണ്ടി ഞങ്ങൾ വിളിച്ച് ഉണർത്തി. ആ സമയത്ത് മഹാനവറുകൾ തസ്ബീഹിലായിരുന്നു. നല്ലൊരു ദാക്കിറായ ആബിദായ, വെറും ഒരു ആലിമ് എന്ന് മാത്രമല്ല, പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയ വലിയൊരു പണ്ഡിതൻ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃസ്ഥാനത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരിക അത്തരത്തിലുള്ള ആളുകളെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പകരക്കാരെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദിന് പറ്റുന്ന, ഉസ്താദിനെ യോജിക്കുന്ന വലിയൊരു സ്മാരകം ഇൻഷാ അല്ലാഹ് ഇവിടെ തന്നെ വരേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനവറുകളുടെ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞ മറ്റു ഗുരുവര്യന്മാരൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.